ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഒരു സാമൂഹിക ജീവിയാണ്, അല്ലെ? നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഭാഗമായാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഏതൊരു കുഞ്ഞും ജനിക്കുമ്പോൾ അവനെന്താണ്, അവനൊരു ഫാമിലിയുടെ ഭാഗമാവുന്നു. ഫാമിലി എന്ന് പറയുന്നത് ഒരു പ്രൈമറി സോഷ്യൽ ഗ്രൂപ്പാണ്, ഒരു സാമൂഹിക ഗ്രൂപ്പാണ് ഫാമിലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു അറ്റ് ദ സെയിം ടൈം അതിനാണ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ്. ഓക്കെ, അപ്പൊ ഒരു സാമൂഹിക സ്ഥാപനവും കൂടിയാണ്. അപ്പൊ ഈ ഒരു സാമൂഹിക സ്ഥാപനത്തിന്റെയൊക്കെ ഭാഗമായാണ് ഏതൊരു വ്യക്തിയും ജനിക്കും. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു വ്യക്തി ജനിച്ചു അവരൊറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പം ഒരാൾ ജനിച്ചു, അവൻ എന്താണ് സോഷ്യൽ ഗ്രൂപ്പിന്റെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഭാഗമായി സമൂഹത്തില് ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സോഷ്യൽ ഗ്രൂപ്പുകളിലേക്ക് ഭാഗമായിക്കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് പരസ്പരം ആശ്രയിച്ച് ഇന്റർ ഡിപ്പെൻഡൻസിയോട് കൂടിയിട്ടാണ് കഴിയുന്നത്. അല്ലാണ്ട് ഒരു വ്യക്തിക്കും ഒരു ഹ്യൂമൻ ബീയിങ്ങിനും ഐസൊലേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്, അതാണ് വാസ്തവം. ഓക്കെ, അപ്പോ ഇപ്പൊ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ എല്ലാ വ്യക്തികളും മറ്റൊരാളെ ഡിപ്പെൻഡബിൾ ആണ്. ഇപ്പൊ നോക്കൂ, നമ്മൾ തന്നെ നമുക്ക് ആരുടെ സഹായം വേണ്ട എന്ന് കരുതിയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയൂല. നമ്മൾ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഡിപ്പെൻഡബിൾ ആണ് എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ഒരു പെൻ എടുക്കും. ആ പെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ നിർമ്മിച്ചതാണോ? മറ്റാരോ എവിടെയോ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു സാധനം, അത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണ്. അപ്പൊ നമുക്ക് മറ്റൊരാളുടെ സഹായം അവിടെ ആവശ്യമാണ്. അപ്പൊ നമ്മള് കാശ് കൊടുത്ത് വാങ്ങുന്നതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ എന്താണ്, നമുക്ക് മറ്റൊരാളുടെ എഫേർട്ട്, അവരെ കഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, വാങ്ങി അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത്. അപ്പോ നമുക്ക് ഒരു വ്യക്തിക്കും സൊസൈറ്റിയിൽ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. അപ്പൊ പരസ്പരം എന്താണ് മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്തുകൊണ്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് പരസ്പര ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സഹജീവികളോട് പരസ്പര ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടായിരിക്കും മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയുക, ജീവിക്കാനായിട്ട് കഴിയാന്നുള്ളത്. അപ്പൊ നമ്മള് പരസ്പര ബന്ധം പുലർത്തുക, അല്ലെങ്കിൽ വ്യക്തികളുമായിട്ട് പരസ്പര ബന്ധം പുലർത്തി കഴിയാന്നുള്ളത് അത് ഏതൊരു സൊസൈറ്റിയുടെയും ഒരു ബേസ് ആണ്, ഒരു അടിത്തറയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പരസ്പരം ബന്ധം പുലർത്തി നമ്മൾ കഴിയുന്ന സാഹചര്യത്തിൽ നമ്മൾ പല സോഷ്യൽ ഗ്രൂപ്പുകളെ, സമൂഹത്തിൽ നിലനിൽക്കുന്ന പല സോഷ്യൽ ഗ്രൂപ്പുകൾ, ഫാമിലി, അതുപോലെ തന്നെ പല ഗ്രൂപ്പുകളിലേക്ക് ഭാഗമാകും. നമുക്കന്നെ അറിയാം, നമ്മൾ തന്നെ ഇപ്പൊ എടുത്തു നോക്കി, നമ്മളിപ്പോ ഒരാൾ തന്നെ നമ്മൾ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് അംഗമായിരിക്കുന്നത്, അല്ലെ? ഒരുപാട് ഗ്രൂപ്പുകളിൽ നമ്മൾ അംഗമായിരിക്കും. അപ്പൊ ഇതൊക്കെ ഒരു എക്സാമ്പിൾ, ഇതൊക്കെ ഒരു സോഷ്യൽ ഗ്രൂപ്പുകളാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ പല ഗ്രൂപ്പുകളുടെയും ഭാഗമാണ്. നമ്മളെ വർക്കിങ്ങുമായി ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മളെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളുമായി ബന്ധപ്പെടുത്തിയിട്ട്, നമ്മുടെ ഫാമിലി റിലേഷനുമായി ബന്ധപ്പെടുത്തി, ഇങ്ങനെ പല പല ഗ്രൂപ്പുകളിൽ നമ്മൾ ഭാഗമാകും, അല്ലെ? അപ്പൊ നമ്മൾ ആ ഒരു പരസ്പര ബന്ധത്തെ പുതുക്കാൻ വേണ്ടി, ആ ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, നമ്മുടെ ഉപജീവനത്തിനായിട്ട്, നമ്മുടെ നിലനിൽപ്പിനായിട്ട്, മാനസിക ബന്ധങ്ങൾ എന്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പല സോഷ്യൽ ഗ്രൂപ്പുകളിലെയും ഭാഗമാകും. അതുപോലെ തന്നെ ഈ നമ്മുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? അപ്പൊ ഇത് നിറവേറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പല ഗ്രൂപ്പുകളുടെയും അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരായിട്ട് നമ്മൾ സഹകരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്കിപ്പോ ഒരു ഡ്രസ്സ് വേണം, അപ്പൊ നമ്മളത് വാങ്ങുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് അത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ ആവശ്യമുണ്ട്, നമുക്ക് ഡ്രസ്സ് ആവശ്യമാണ്, നമുക്കൊരു ഡ്രസ്സ് ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മളത് വാങ്ങി, അല്ലെ? അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ അവിടെ നിറവേറ്റാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യുന്നു, ഇടപഴകുന്നു. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ പല സോഷ്യൽ ഗ്രൂപ്പുകളുടെ ഇവിടെ എക്സാമ്പിൾ ആണെന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ എന്താണ് പല സോഷ്യൽ ഗ്രൂപ്പുകളുടെ ഭാഗമാകും. അതുപോലെ തന്നെ നമ്മുടെ പർട്ടിക്കുലറൈസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്സും നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പല ഓർഗനൈസേഷൻസുകൾ, സംഘടനകൾ, സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ സമൂഹത്തിലുണ്ടാകും. ഈ സ്ഥാപനങ്ങളെല്ലാം നമ്മളും എന്ത് ചെയ്യും, ഭാഗമാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് broadly speaking refers to a structured and enduring system of social roles and relationships that emerge to fulfill a specific societal function. But institutions shape pattern of behavior and interactions, provide normative frameworks and ensure continuity in the social order. അതായത് ഇപ്പൊ നമ്മൾ സാമൂഹ്യ സ്ഥാപനങ്ങളെ പഠിക്കുമ്പോൾ നമുക്ക് സാമൂഹ്യ സ്ഥാപനം എന്താണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഈ സ്ഥാപനം അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്?
ഒരു കെട്ടിടത്തെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടം, ഒരു സർവകലാശാല, ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു സർവകലാശാല ആവാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു സംഘടനയെ നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരിക. ഓക്കെ, അല്ലെങ്കിൽ ഒരു സംഘടന, അതായത് ഐക്യരാഷ്ട്രസഭ അതുപോലുള്ള ഏതെങ്കിലും ഒരു സംഘടനയൊക്കെ നമുക്ക് ഓർമ്മ വരാം. അപ്പൊ അത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മെയിൻലി നമ്മുടെ മൈൻഡിൽ ഓടി വരുന്ന കോൺസെപ്റ്റുകൾ ഇതൊക്കെയാണ്. അപ്പോ ഇത്തരത്തില് നമ്മളെ സാമൂഹ്യശാസ്ത്രപരമായിട്ട് നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, സാമൂഹ്യ സ്ഥാപനം എന്നത് ഒരു പ്രത്യേക സാമൂഹ്യ ധർമ്മം നിറവേറ്റുന്നതിനായിട്ട് ഉയർന്നു വരുന്ന സാമൂഹിക നിയമങ്ങള്, റോളുകള്, ബന്ധങ്ങൾ എന്നിവയുടെ ഘടനാപരവും നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയാം. അപ്പോ നമ്മൾ സോഷ്യോളജിക്കലി അല്ലെങ്കിൽ നമ്മൾ സാമൂഹിക സ്ഥാപനം അഥവാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക സാമൂഹിക ധർമ്മം നിറവേറ്റുന്നതിനായിട്ട് ഉയർന്നു വരുന്ന സാമൂഹിക നിയമങ്ങൾ, റോളുകൾ, ബന്ധങ്ങൾ എന്നിവയുടെ ഘടനാപരവും നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു സംവിധാനത്തെ സൂചിപ്പിക്കുന്നതാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലെ? അപ്പൊ എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് മനസ്സിലായി. എന്താണ്? ഒരു പ്രത്യേക സാമൂഹിക ധർമ്മം നിറവേറ്റുന്നതിനായിട്ട് ഉയർന്നു വരുന്ന സാമൂഹിക നിയമങ്ങൾ, റോളുകൾ, ബന്ധങ്ങൾ എന്നിവയുടെ ഘടനാപരവും നിലനിൽക്കുന്നതുമായ ഒരു സംവിധാനത്തെയാണ് നമ്മൾ സാമൂഹിക സ്ഥാപനങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ സ്ഥാപനങ്ങൾ വ്യക്തികളുടെ പെരുമാറ്റത്തിന്റെയും ഇടപെടലിന്റെയും രീതികളെ രൂപപ്പെടുത്തുകയും മാനദണ്ഡപരമായിട്ടുള്ള ചട്ടക്കൂടുകൾ നൽകുകയും സാമൂഹിക ക്രമത്തിൽ ഒരു തുടർച്ച ഉറപ്പാക്കുകയും ചെയ്യും. അപ്പൊ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഷേപ്പ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ആൻഡ് ഇന്ററാക്ഷൻസ്, പ്രൊവൈഡ് നോർമേറ്റീവ് ഫ്രെയിംവർക്ക് ആൻഡ് എൻഷുർ കണ്ടിന്യൂറ്റി ഇൻ ദ സോഷ്യൽ ഓർഡർ. ഓക്കെ അല്ലെ? അപ്പൊ എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് മനസ്സിലായെന്ന് കരുതുവാണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. ഇപ്പൊ ജോനാഥൻ എച്ച് ടേർണറുടെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ്സ് എ കോംപ്ലക്സസ് ഓഫ് റൂൾസ്, നോംസ് ആൻഡ് വാല്യൂസ് എംബെഡഡ് ഇൻ സോഷ്യൽ സ്ട്രക്ചർ ഓർഗനൈസിംഗ് സ്റ്റേബിൾ ഹ്യൂമൻ ആക്ടിവിറ്റി ടു അഡ്രസ് ലൈഫ് സസ്റ്റൈനിങ് പ്രോബ്ലം. അപ്പോ ജോനാഥൻ എച്ച് ടേർണറുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഇപ്പൊ ജീവൻ നിലനിർത്തുന്ന അല്ലെങ്കിൽ മനുഷ്യരുടെ അവൻ നിലനിൽപ്പിന് ആവശ്യമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സുസ്ഥിരമായിട്ടുള്ള മനുഷ്യ പ്രവർത്തനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ സ്ട്രക്ചറുമായിട്ട് സാമൂഹിക ഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന എന്താണ് മൂല്യങ്ങള്, മാനദണ്ഡങ്ങൾ, റോളുകൾ ഇതെല്ലാം കൂടി ഉൾച്ചേരുന്നതാണ് സാമൂഹിക സ്ഥാപനം എന്നുള്ള തരത്തിലാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് ജോനാഥൻ എച്ച് ടേർണർ അഭിപ്രായപ്പെടുന്നു. ജോനാഥൻ എച്ച് ടേർണർ says institution as complexes of rules, norms and values embedded in social structures organizing stable human activity to address life sustaining problems. ആന്റണി ഗിഡന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് he described institution as the more entering feature of social life. ഇപ്പൊ സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഏറ്റവും എൻഡറിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഏറ്റവും എന്താണ് സവിശേഷപരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു സവിശേഷതയാണ് സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു സവിശേഷതയാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന തരത്തിലാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് ആന്റണി ഗിഡൻ എന്ത് ചെയ്യുന്നത് അഭിപ്രായപ്പെടുന്നത്. And it encompassing economic, political, legal and discursive orders. And Rom Harari അഭിപ്രായത്തിൽ he defines as institution as a double structure involving persons as role holders and the social practices that link these roles to both expressive, symbolic and practical ends. റോംഹാരയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഘടനയായിട്ടാണ് അദ്ദേഹം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നിർവചിക്കുന്നത്. ഇപ്പൊ വ്യക്തികളെ അവരെ റോൾ ഹോൾഡർമാരായിട്ട് ഉൾപ്പെടുത്തുകയും ഈ റോളുകൾ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ ഈ റോളുകൾ ആവിഷ്കരിച്ചുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് അവരുടെ വ്യക്തികളെ പ്രായോഗികമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന സാമൂഹിക രീതിയായിട്ടാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നത് റോം ഹാരെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് വ്യത്യസ്തമായിട്ടുള്ള രീതിക്കാണ്
സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ വളരെ എന്താണ് മാനദണ്ഡങ്ങൾ നിറഞ്ഞത്, ഒരുപാട് നോംസുകൾ നിറഞ്ഞതും റോൾ അധിഷ്ഠിതവും പ്രവർത്തനപരവുമായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തന അധിഷ്ഠിതവുമായിട്ടുള്ള ഒന്നാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നോം ലേഡഡ് ആണ്, അതുപോലെ റോൾ ബേസ്ഡ് ആണ്, ഫങ്ഷണലി ഓറിയന്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഡെഫിനിഷനുമാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തെ റെഗുലേറ്റ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഓർക്കേണ്ട ഒരു കാര്യം, സമൂഹത്തെ നിയന്ത്രിക്കുക മാത്രമല്ല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്, സാമൂഹിക സ്ഥാപനങ്ങൾ ചെയ്യുന്നത്, മറിച്ച് സമൂഹത്തിന്റെ ഭാഗമാകുന്ന വ്യക്തികൾക്ക് ഒരു ദിശാബോധം നൽകുകയും അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരു തുടർച്ച മെയിൻറ്റെയിൻ ചെയ്യുകയും ഒരു ധാർമ്മിക രൂപം നൽകാനൊക്കെ സഹായകരമാകുന്ന ഒന്നാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയാം. ഇപ്പൊ ഏതൊരു വ്യക്തിക്കും സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഏതൊരു വ്യക്തികൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ചില ആവശ്യങ്ങൾ, അഭിവൃദ്ധികളൊക്കെ ഉണ്ട്. അതായത് സമൂഹത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന വ്യക്തികൾക്ക് ചില ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളും അഭിവൃദ്ധികളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോ സസ്റ്റനൻസ്, നിലനിൽപ്പ്, റീപ്രൊഡക്ഷൻ, ഗവേണൻസ്, എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഏതൊരു വ്യക്തിയുടെയും നമ്മളിപ്പോ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായി ജനിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാന ആവശ്യങ്ങളും അഭിവൃദ്ധികളുമാണ്. ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സാമൂഹിക സ്ഥാപനങ്ങൾ ഡെവലപ്പായി വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഏതൊരു വ്യക്തിക്ക് സമൂഹത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഏതൊരു വ്യക്തികൾക്കും അടിസ്ഥാന ആവശ്യങ്ങളും അഭിവൃദ്ധികളൊക്കെ ഉണ്ട്. ഈ ആവശ്യങ്ങളും അഭിവൃദ്ധികളും നിറവേറ്റുന്നതിനുള്ള അല്ലെങ്കിൽ ഇതിനുള്ള ഒരു പ്രതികരണമായിട്ടാണ് എന്ത് ഡെവലപ്പായി വരുന്നത്, സാമൂഹിക സ്ഥാപനങ്ങൾ സമൂഹത്തിൽ ഡെവലപ്പായി വരുന്നത്. പിന്നീട് ഇതെന്തായി മാറുന്നു, ഇത് സമൂഹത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ചട്ടക്കൂടായിട്ട്, ഒരു ഇൻഡിസ്പെൻസിബിൾ ഫ്രെയിംവർക്ക് ആയിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ വിദ്യാഭ്യാസം നമ്മുടെ ഒരു പ്രാഥമിക, നമ്മളിപ്പോ സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും പ്രാഥമിക ആവശ്യമാണ് അല്ലെ. അപ്പൊ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ അതുപോലെ കോളേജസ് പോലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പായി വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ, മനുഷ്യരുടെ സമൂഹവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സാമൂഹിക ജീവികളായിട്ടുള്ള മനുഷ്യരുടെ ആവശ്യങ്ങളുടെയും അഭിവൃദ്ധികളുടെയും പ്രതികരണം എന്നോളമാണ് സാമൂഹിക സ്ഥാപനങ്ങൾ സൊസൈറ്റിയിലൊക്കെ നമ്മുടെ സമൂഹത്തിൽ എമേർജ് ആകുന്നത്. പിന്നീട് സമൂഹത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഇൻഡിസ്പെൻസിബിൾ ഫ്രെയിംവർക്ക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡു നോട്ട് മിയർലി റെഗുലേറ്റ് സൊസൈറ്റി, they give it direction, continuity and moral shape. They are the wheel on which human society marches on, to use the metaphor provided in the document. In every society, certain fundamental needs must be met for its survival and flourishing. Needs like sustenance, reproduction, governance, education, and spiritual fulfillment. Social institutions emerge in response to these needs and over time become indispensable framework with which society functions. So, from the family that nurtures the infant to the legal system that adjudicates disputes, each institution performs specific tasks but also contribute to the broader social fabric. The institution of marriage, for instance, is not simply a legal arrangement, but also a cultural and moral framework for sexual relation, procreation, and emotional bond. ഇവിടെ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, അതായത് ഇപ്പോ മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാരേജ് എന്ന് പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹിക സ്ഥാപനമാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലീഗൽ അറേഞ്ച്മെന്റ്സ് മാത്രമല്ല, സിംപ്ലി ലീഗൽ അറേഞ്ച്മെന്റ് മാത്രമല്ല ഇവിടെ നടക്കുന്നത്. മറിച്ച് എന്താണ്, മനുഷ്യരുടെ സെക്ഷൽ ആയിട്ടുള്ള ഒരു റിലേഷൻ അവിടെ എന്ത് ചെയ്യുന്നു, സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നതിനുള്ള ഒരു മാർഗമാണ് മാരേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനുള്ള ഒരു മെയിൻ ആയിട്ട് മാരേജിനെ കൺസിഡർ ചെയ്യുന്നു. പ്രൊക്രിയേഷൻ, അടുത്ത ജനറേഷനെ വേണ്ടിയിട്ടുള്ള പ്രൊക്രിയേഷൻ, അതുപോലെ തന്നെ ഇമോഷണൽ ബോണ്ടിങ്, ഇതെല്ലാം ഡെവലപ്പ് ആകുന്നത് ഈ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ്. അപ്പൊ ഈ പ്രൊക്രിയേഷനും സെക്ഷൽ നീഡ്സും അതുപോലെ ഇമോഷണൽ ബോണ്ടിങ് ഒക്കെ വ്യക്തികളുടെ എന്താണ് പ്രാഥമികമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ, അവരുടെ അഭിവൃദ്ധിയുമാണ്. അപ്പൊ ഇത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മേൽ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ലീഗൽ അറേഞ്ച്മെന്റ് കൊണ്ടുവന്ന് സൊസൈറ്റിയെ റെഗുലേറ്റ് ചെയ്യുക മാത്രമല്ല, മറിച്ച് വ്യക്തികളുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളും അഭിവൃദ്ധിയെയും എന്ത് ചെയ്യുക, നിറവേറ്റുക എന്നുള്ളത് കൂടി ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് മാറുന്നു.
അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അതൊരു എക്സാമ്പിൾ ആണ് മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ എക്സാമ്പിളിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, സമൂഹത്തെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന ചില റൂൾസ് നോംസ് മാനദണ്ഡങ്ങളിലൂടെയൊക്കെ സമൂഹത്തിൽ ഭാഗമാകുന്ന വ്യക്തികളെയൊക്കെ നിയന്ത്രിക്കുകയും അവിടെ കൺട്രോൾ കൊണ്ടുവരികയും റെഗുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഓക്കെ, പക്ഷെ എന്താണ് ഇത് കൂടാതെ തന്നെ മനുഷ്യരുടെ ചില ആവശ്യങ്ങളും അഭിവൃദ്ധികളും ഒക്കെ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള ചില ആവശ്യങ്ങളും അഭിവൃദ്ധികളൊക്കെ ഉണ്ട്. ഇത് നിറവേറ്റാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു പ്രതികരണം എന്നോളമാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എമർജ് ആവുന്നത്. ഇത് പിന്നീട് സമൂഹത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫ്രെയിംവർക്ക് ആയിട്ട് പിന്നീട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് എക്സാമ്പിൾ ആണ് ഞാൻ എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ മാരേജിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, സാമൂഹ്യ സ്ഥാപനങ്ങൾ കുറെ കൂടി സ്ട്രെങ്തൻ ചെയ്യുന്നത് അതിന്റെ ഫങ്ഷണൽ റോളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമല്ല, അതിന്റെ കൾച്ചറൽ വാല്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും എന്ത് ചെയ്യാം, സാമൂഹ്യ സ്ഥാപനങ്ങൾ കുറെ കൂടി സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു എക്സാമ്പിൾ പറയുവാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ അതിന്റെ ആ ഒരു സ്കിൽസ് മാത്രമല്ല അതിനെ എന്ത് ചെയ്യുന്നത് കുറെ കൂടി ഇമ്പോർട്ടന്റ് ആക്കി മാറ്റുന്നത്. പകരം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ, ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ എത്ര പേര് എന്താണ് അറിവുള്ള വ്യക്തികളായി മാറുന്നു, എത്ര പേര് ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ആയിട്ട് മാറുന്നു, അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവിടെ ഒരു കൾച്ചറൽ ഫാക്ടർ, സാംസ്കാരികമായിട്ടുള്ള ഘടകങ്ങളെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഏതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും എന്ത് ചെയ്യുന്നത്, അത് കുറെ കൂടി സ്ട്രെങ്തൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. But institutions derive their strength not merely from the functional roles they play, but from the cultural values and moral legitimacy they enjoy. They are bolstered by shared norms and societal consciousness. For instance, the institutions for education is valued not only for the skill it imparts, but for its role is cultivating informed citizens, critical thinker, and moral agents. ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത് അത് പെർഫോം ചെയ്ത റോളുകളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല, ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കൾച്ചറൽ ആയിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള ഒരു അഫക്ഷനെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ട്, സാംസ്കാരികപരമായിട്ടുള്ള അതിന്റെ റോളുകൾ വാല്യൂസിനെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്ട്രെങ്തൺ ആവുന്നത് നമ്മൾ പറഞ്ഞു. ഇതുകൂടാണ്ട് ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, സമൂഹത്തിൽ നിലനിൽക്കുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പർട്ടിക്കുലർ നോം ബിയറിംഗ് സ്ട്രക്ചേഴ്സ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ചില നോർമാറ്റീവ് ഫ്രെയിംവർക്കുകൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഈ നോർമാറ്റീവ് അല്ലെങ്കിൽ ചില മാനദണ്ഡപരമായിട്ടുള്ള ചില ചട്ടക്കൂടുകൾ, അപ്പൊ ഈ മാനദണ്ഡങ്ങൾ ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഫോളോ അപ്പ് ചെയ്യുന്ന ഈ മാനദണ്ഡങ്ങൾ, ഈ നോർമാറ്റീവ് ഫ്രെയിംവർക്കുകൾ എന്ന് പറയുന്നത് അത് വ്യക്തികളെ, ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഭാഗമാകുന്ന വ്യക്തികളുടെ പെരുമാറ്റത്തെ, ബിഹേവിയറെ ഗൈഡ് ചെയ്യുകയും അവർക്ക് അവരുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് ഓരോ വ്യക്തികളുടെ റോൾ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ നോംസ് എന്ന് പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ അപ്പ് ചെയ്യുന്ന നോം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ മോറൽ ആയിരിക്കാം. മോറൽ മീൻസ് ആൻഡ് ദ കേസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ പോലുള്ള ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ലീഗൽ ആയിരിക്കാം, അതായത് കേസ് ഓഫ് പ്രോപ്പർട്ടിയിലോ നമ്മുടെ സ്വത്തവകാശം പോലുള്ള നിയമപരമായിട്ടുള്ള മാനദണ്ഡമാവാം, അല്ലെങ്കിൽ കൾച്ചറൽ ആവാം, കസ്റ്റംസ് അറൗണ്ടിങ് ഫുനറൽ റൈറ്റ്സ്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് സാംസ്കാരികപരവും അതുപോലെ തന്നെ നിയമപരവും ധാർമ്മികപരവുമായിട്ടുള്ള എല്ലാ നോർമാറ്റീവ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമൂഹിക സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു. ഈ നോർമാറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വ്യക്തികളുടെ പെരുമാറ്റത്തെ, ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാകുന്ന വ്യക്തികളുടെ പെരുമാറ്റത്തേക്ക് ഗൈഡ് ചെയ്യുകയും അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റോളുകൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതിന് സഹായകരമാവുകയും ചെയ്യുന്നു. അപ്പൊ എവറി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻ വിത്ത് എ നോർമാറ്റീവ് ഫ്രെയിംവർക്ക് ആൻഡ് ഇംപ്ലിസിറ്റ് ഓർ എക്സ്പ്ലിസിറ്റ് സെൻസ് ഓഫ് വാട്ട് ഔട്ട് ടു ബി. ദിസ് ഫ്രെയിംവർക്ക് ഗൈഡ്സ് ബിഹേവിയർ, ഡിഫൈൻസ് അപ്രോപ്രിയേറ്റ് റോൾസ് ആൻഡ് സാങ്ഷൻസ് ഡീവിയേഷൻ. These norms can be moral, as in the case of human rights, legal, as in the case of property law, or cultural, as in customs surrounding funeral. The dual nature of institution, both descriptive means what is, and normative, what should be, is essential to understanding their impact. അപ്പോൾ എല്ലാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു ഡ്യുവൽ നാച്ചർ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളതും നോർമാറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള രണ്ട് നാച്ചർ എല്ലാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നാച്ചർ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് നോർമാറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ നാച്ചർ അത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡിങ് ദിയർ ഇമ്പാക്ട്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്
അതിന്റെ ഇമ്പാക്റ്റുകൾ മനസ്സിലാക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ഡ്യുവൽ നാച്ചർ എന്ന് പറയുന്നത്. ഇതിലൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷേപ്പ് ഹൂ വി ആർ ആൻഡ് ഹൗ വി റിലേറ്റ് ഓൺ അനദർ ആൻഡ് വാട്ട് വി ആസ്പെക്ട് ടു ബിക്കം. ഇത്തരത്തില് ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുള്ള ഈ ഡ്യുവൽ നാച്ചർ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ഒരു റോൾ അവരെ ഷേപ്പ് ചെയ്തെടുക്കാനും ആരാണ് അവർ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു, അത്തരം കാര്യങ്ങൾ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് അവരെ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചില നോൺ ബിയറിംഗ് സ്ട്രക്ചേഴ്സ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അത് വെറും പ്രായോഗികമായിട്ടുള്ള ഒരു ക്രമീകരണമല്ല എന്നുള്ളതാണ്. അവ ധാർമ്മികമായിട്ടുള്ള ഒരു സ്ഥാപനങ്ങളാണ്. മാത്രമല്ല ഈ സ്ഥാപനങ്ങൾ അവയുടെ കാര്യക്ഷമതയ്ക്ക് മാത്രമല്ല നീതിയുടെയും ന്യായത്തിന്റെയും തത്വങ്ങൾ പാലിക്കുന്നതിനും വിലയിരുത്തുന്നതിനും ഒക്കെ ഈ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ള ഈ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു, ഹെൽപ്ഫുൾ ആകുന്നു എന്ന് ജോൺ റാൾനെ പോലുള്ള വ്യക്തികളൊക്കെ ഫിലോസഫേഴ്സ് ഒക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഫിലോസഫിക്കൽ സിഗ്നിഫിക്കൻസ് സാമൂഹിക സ്ഥാപനങ്ങൾക്കുണ്ട്. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോട്ട് മിയർലി പ്രാക്ടിക്കൽ അറേഞ്ച്മെന്റ്സ്. ഇതൊരു പ്രാക്ടിക്കൽ അറേഞ്ച്മെന്റ്സ് മാത്രമല്ല, ദേ ആർ മോറൽ എൻറ്റിറ്റീസ്. ഇതിന് കൂടുതൽ ധാർമ്മികപരമായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് സാമൂഹിക സ്ഥാപനങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ഫിലോസഫേഴ്സ് ലൈക്ക് ജോൺ റാൾസ് have proposed the institutions must be evaluated not only for their efficiency but for their adherence to principles of justice and fairness. അതുകൂടാണ്ട് തന്നെ സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഫ്രം ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്ടീവ്സ്, അതായത് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്ടീവ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എം എ ഡർക്കീമിനെ പോലുള്ള ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്ടീവുകൾ പറയുന്നത് ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ആർ ക്രൂഷ്യൽ ടു മെയിൻറ്റെയിനിങ് സോഷ്യൽ ഇക്വിലിബ്രിയം, അതായത് സാമൂഹിക സന്തുലിതാവസ്ഥയൊക്കെ നിലനിർത്തുന്നതിന് സാമൂഹിക സ്ഥാപനങ്ങൾ ഏറ്റവും പ്രധാനമാണെന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ കോൺഫ്ലിക്ട് തിയറിസ്റ്റുകൾ, എക്സാമ്പിൾ കാൾ മാർക്സിനെ പോലുള്ളവർ പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് എ മെക്കാനിസം ഫോർ റീപ്രൊഡ്യൂസിങ് ഇൻഇക്വാലിറ്റി ആൻഡ് ഡോമിനേഷൻസ്, അതായത് സമൂഹത്തില് എന്താണ് അസമത്വവും ആധിപത്യവും ഒക്കെ പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു സംവിധാനമായിട്ടാണ് സാമൂഹിക സ്ഥാപനങ്ങളെ കാണുന്നത്. ഇത്തരത്തില് സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻസ്, സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് സൊസൈറ്റി ഡെവലപ്പ് ആകുന്നുണ്ട്. അതുകൂടാതെ തന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുത്തി പറയാൻ കഴിയുന്നത് മറ്റൊന്ന് ഇന്റർ ഡിസിപ്ലിനറി അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. അതായത് institutions operates at the intersection of history, culture, economics and power. അതായത് നമുക്കിപ്പോ എന്താണ് ചരിത്രം, സംസ്കാരം, സാമ്പത്തിക ശാസ്ത്രം, അധികാരം എന്നിവയുടെ ഒരു മിക്സ്ചർ, ഒരു ഇന്റർസെക്ഷൻ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് കാണാൻ കഴിയും. ഹെൻസ് അണ്ടർസ്റ്റാൻഡിങ് ദീസ് ദ റിക്വയർ ആറ്റ് ഇന്റർഡിസിപ്ലിനറി ലെൻസ്. സോ ഇത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ മനസ്സിലാക്കുന്നതിന് ഒരു അന്തർജ്ഞാനപരമായിട്ടുള്ള ഒരു വീക്ഷണം നമുക്ക് ആവശ്യമായിട്ട് വരും, ഒരു ഇന്റർഡിസിപ്ലിനറി ലെൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. നമുക്ക് ഇത്തരത്തിലെല്ലാം കൂടി സമന്വയിപ്പിച്ച് വരുമ്പോഴത്തേക്കും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഈ ഹിസ്റ്ററി, കൾച്ചർ, എക്കണോമിക്സ്, പവർ ഇതെല്ലാം കൂടി ഇന്റർസെക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് നമുക്കൊരു ഇന്റർഡിസിപ്ലിനറി ലെൻസ് തന്നെ ആവശ്യമാണ് സാമൂഹ്യ സ്ഥാപനങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഇത്രയും സാമൂഹ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില വീക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മറ്റ് സൊസൈറ്റൽ ഫോംസുകൾ, സോഷ്യൽ ഫോമുകളും സാമൂഹ്യ സ്ഥാപനവും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ആ ഒരു ഡിസ്റ്റിങ്ഷൻ ആണ് നമ്മൾ ഇനി മനസ്സിലാക്കുന്നത്. ഡിസ്റ്റിംഗ്വിഷിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം റിലേറ്റഡ് സോഷ്യൽ. ഫസ്റ്റ് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ വേഴ്സസ് കൺവെൻഷൻ ആൻഡ് നോംസ് എന്നുള്ളത്. അപ്പൊ കൺവെൻഷൻ ആൻഡ് നോംസ് എന്ന് പറയുന്നത് ഇറ്റ്സ് റെപ്രസെന്റ് ബിഹേവിയറൽ റെഗുലാരിറ്റീസ്. കൺവെൻഷണൽ നോംസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് റെഗുലേറ്റ് എന്താണ് regulates behavioral regularity, so it's represent behavioral regularities എന്നുള്ളത്. For example, greeting with a handshake is a convention. Telling the truth is a moral norms. But institutions, however, are structured frameworks that incorporate convention and norms but are not reducible to them. Okay. ഇപ്പൊ പെരുമാറ്റ ക്രമങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് കൺവെൻഷൻസ് ആൻഡ് നോംസ് എന്ന് പറയുന്നത്. കൺവെൻഷനുകളും മാനദണ്ഡങ്ങളും എന്താണ്? വ്യക്തികളുടെ പെരുമാറ്റ ക്രമങ്ങളെ എന്ത് ചെയ്യുന്നു? പ്രതിനിധീകരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു വ്യക്തിക്ക് കൈ കൊടുക്കുന്നു, ഹാൻഡ് ഷേക്ക് ചെയ്തത്, അഭിവാദ്യം ചെയ്തത്, അതൊരു ആചാരമാണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിനെ ഒരു എന്താണ് ഒരു ഇതൊക്കെ ഒരു ആചാരമായിട്ട് നമുക്ക് ഒരു കൺവെൻഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ നോക്കൂ, ഇപ്പൊ സത്യം പറയുക എന്ന് പറയുന്നത് അതൊരു നോംസ് ആയിട്ട്, നിങ്ങളൊരു മാനദണ്ഡമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്തരത്തില്
ഇപ്പൊ നമ്മളിപ്പോ സത്യം പറയുക എന്ന് പറയുന്നത് ഒരു ധാർമ്മിക മാനദണ്ഡമാണ്. അപ്പൊ ഇത്തരത്തില് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കൺവെൻഷനുകളും മാനദണ്ഡങ്ങളും ഉൾക്കൊള്ളുന്ന ഘടനാപരമായിട്ടുള്ള ചട്ടക്കൂട്. അപ്പൊ ആ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? അപ്പൊ നമുക്കിപ്പോ നമ്മളിപ്പോ ഒരാളെ എന്ത് ചെയ്യുന്നു, ഒരാൾക്ക് ഹാൻഡ് ഷേക്ക് ചെയ്യുക, അത് നമ്മളെ ഒരു ആചാരമാണ്. നമുക്ക് ഒരാളെ കണ്ടു, നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മളവരെ തൊഴുന്നു അല്ലെങ്കിൽ നമസ്കരിക്കുന്നു, നമ്മളൊരു ആചാരം, ഒരു കൺവെൻഷൻ ആയിട്ട് പറയാം. എന്നാൽ നോംസ് ആയിട്ട് നമുക്കിപ്പോ സത്യം പറയാന്ന് പറയുന്നത് നമ്മളൊരു നോംസ്, നമ്മളൊരു മാനദണ്ഡമായിട്ട് കൺസിഡർ ചെയ്യും. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക് ആണ്. അതായത് ഈ കൺവെൻഷനും നോംസും നമ്മുടെ ആചാരങ്ങളും മാനദണ്ഡങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒന്നാണ് ഈ എന്തെന്ന് പറയുന്നത് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ എന്ന് നമുക്ക് പറയാം. അപ്പൊ കൺവെൻഷനുകളും മാനദണ്ഡങ്ങളും ഉൾക്കൊള്ളുന്ന ഘടനാപരമായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. Okay, അല്ലേ? An institution like the legal system include norms, example, denotes steel, roles, judge, lawyer, plaintiff, procedures, example, filling lawsuits, സാങ്ഷൻസ്, എക്സാമ്പിൾ ഇംപ്രിസൺമെന്റ്സ്, എക്സെട്ര. അതായത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരുപാട് മാനദണ്ഡങ്ങൾ, നോംസുകൾ, ലീഗൽ ആയിട്ടുള്ള നോംസുകൾ, അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിനനുസരിച്ച് വ്യക്തികളുടെ പെരുമാറ്റത്തെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിയന്ത്രിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകാം, എഴുതപ്പെടാത്ത ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അതായത് ഇപ്പൊ മോഷ്ടിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള എഴുതപ്പെടാത്ത ചില നിയമങ്ങൾ, ചില റോൾസുകളുണ്ട് വ്യക്തികൾക്ക്. നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് വ്യക്തികൾ ചില റോളുകൾ പെർഫോം ചെയ്യുക. ചിലപ്പോൾ ചില വ്യക്തികൾ ജഡ്ജി, അഭിഭാഷകൻ, അതുപോലെ വാദികൾ, ഇതുപോലെ നമ്മൾ ഒരു കോർട്ടുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇത്തരം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഇതുപോലുള്ള വ്യക്തികൾക്ക് ഇതുപോലുള്ള റോളുകളാണ്. അപ്പൊ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത്, ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് നമുക്ക് ഇതുപോലുള്ള റോളുകളുണ്ട് വ്യക്തികൾ. അതുകൊണ്ടാണ് പ്രൊസീജിയേഴ്സ്, അതായത് ചില നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോ ഒരു കോർട്ടിലൊക്കെ ആണെങ്കിൽ അവർ കേസ് ഫയൽ ചെയ്യുക, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ സാങ്ഷൻസുകൾ, ചില ഉപരോധങ്ങളുണ്ട്. അതായത് കേസുമായി ബന്ധപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തികളെ ശിക്ഷിക്കാൻ വേണ്ടി ഇംപ്രിസൺമെന്റ്, അതുപോലുള്ള ചില സാങ്ഷൻസുകൾ അല്ലെങ്കിൽ ഉപരോധങ്ങളൊക്കെ അല്ലെങ്കിൽ ശിക്ഷാരീതികളൊക്കെ. അപ്പൊ ഇതെല്ലാം ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങളാണ്. ഇതിപ്പോ നമ്മളൊരു കോർട്ടുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതേപോലെ ഏതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തു കഴിഞ്ഞാലും നോംസും റൂൾസും പ്രൊസീജിയേഴ്സും സാങ്ഷൻസും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതൊരു ലീഗൽ സിസ്റ്റം ഒരു ലീഗൽ സിസ്റ്റത്തിനകത്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ലീഗൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോ നോംസ്, റോൾസ്, പ്രൊസീജിയേഴ്സ്, സാങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ ഏതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് മാനദണ്ഡങ്ങളും പ്രൊസീജിയേഴ്സും റോൾസും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. So that's why conventions and norms are ingredients. Institutions are the composite social structure that emerge from their interplay given organizational form and cultural legacy. നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കൺവെൻഷനുകളും മാനദണ്ഡങ്ങളും അത് ഘടകങ്ങളാണെങ്കിലും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഘടകങ്ങളാണെങ്കിലും മെയിൻലി സാംസ്കാരിക നിയമസാധുതയും കണക്കിലെടുക്കുമ്പോഴാണ് ഒരു സ്ഥാപനം എന്ത് ചെയ്യുന്നത് കുറച്ചുകൂടി ഉയർന്നു വരുന്നതും സംയോജിതമായിട്ടുള്ള സാമൂഹിക ഘടനയായിട്ട് സ്ഥാപനങ്ങൾ മാറുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ നോംസും എല്ലാം അല്ലെങ്കിൽ കൺവെൻഷൻസും നോംസുകളും എല്ലാം സാമൂഹിക സ്ഥാപനങ്ങളുടെ ഭാഗമാണെങ്കിലും അവിടെ സാംസ്കാരികപരമായിട്ടുള്ള നിയമസാധുതയും ആവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ നമ്മൾ കൺവെൻഷണൽ നോംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് നമ്മൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമ്മൾ മനസ്സിലായി. ഈ കൺവെൻഷനും നോംസും ഒക്കെ അടങ്ങുന്നതാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേഴ്സസ് സൊസൈറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ വേഴ്സസ് സൊസൈറ്റി. അപ്പൊ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സമൂഹം എന്നത് കൂടുതൽ സമഗ്രമായ ഒരു സാമൂഹ്യ രൂപീകരണമാണ്. ഭൂമിശാസ്ത്രപരമായി അതിർത്തി പങ്കിടുന്നത്, സാംസ്കാരികമായി സംയോജിതവും പ്രവർത്തനപരമായി സ്വയം പര്യാപ്തവുമാണ് സമൂഹം. ഇത് നിരവധി സ്ഥാപനങ്ങളെ ഈ സമൂഹത്തിനകത്താണ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പുകൾ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം കാണപ്പെടുന്നത് എവിടെയാണ്? സൊസൈറ്റിക്കകത്താണ് അഥവാ സമൂഹത്തിനകത്താണ്. ഇത് നിരവധി സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് സമൂഹം. ഇവിടെ പ്രത്യുൽപാദന ശേഷി, സാമ്പത്തിക വ്യവസ്ഥകൾ, ഭാഷ, വിദ്യാഭ്യാസം, പലപ്പോഴും രാഷ്ട്രീയ പരമാധികാരം എന്നിവയെല്ലാം ഒരു സമൂഹത്തില് എന്ത് ചെയ്യുന്നു? നിലനിൽക്കും, അല്ലെ? എന്നാൽ ഇതിന് വിപരീതമായിട്ട് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് മെയിൻലി സമൂഹത്തിലെ ഒരു വിശാലമായ ഒരു സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് പറയാം, ഇല്ലേ? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഭാഗമാണ്. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, സോ ഇത്തരത്തില് സൊസൈറ്റിക്കകത്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.
The society is a more comprehensive social formation, geographically bounded, culturally integrated, and functionally self-sufficient. It encompasses numerous institutions and possesses reproductive capacity, economic system, languages, education, and political soul. When in contrast, institutions are partial entities. They serve distinct functions within the broader matrix of society. A university is a site of learning and knowledge dissemination, but it cannot sustain a population, govern territory, or manage large-scale economic distribution in isolation. Hence, why institutions are component societies are protected. നമുക്കറിയാം സൊസൈറ്റിയുടെ ഒരു കമ്പോണന്റ് ആയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണുന്നത്. ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സിറ്റി എടുക്കാം. യൂണിവേഴ്സിറ്റി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് എന്താണ് അറിവുകൾ പകർന്നു കൊടുക്കുകയും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമുക്കവിടെ ലേണിംഗ് ആൻഡ് നോളജ് ഡിസെമിനേഷൻ ആണ് നടക്കുന്നത്. അല്ലാണ്ട് അവിടെ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ, ഒരു ഗവേൺ ടെറിട്ടറി, മാനേജ് ലാർജ് സ്കെയിൽ എക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ, ഇതൊന്നും നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് കാണാൻ കഴിയില്ല. പക്ഷെ ഇതെല്ലാം ഒരു സൊസൈറ്റിയുടെ സവിശേഷതയാണ്. ഈ സൊസൈറ്റിയുടെ ഭാഗമായി കൊണ്ടാണ് നിങ്ങൾ ഒരു കമ്പോണന്റ് ആയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിൽക്കുന്നത് എന്നത്. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷനും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ. മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേഴ്സസ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷൻ തമ്മിലുള്ള ഒരു വ്യത്യാസം അത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്കത് ഡിഫൈൻ ചെയ്ത് പറയാനായിട്ട് കഴിയും. കാരണം അത്രയും നിർണായകമായിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. പല സ്ഥാപനങ്ങളും സംഘടനാ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, പല ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പല സമൂഹ സ്ഥാപനങ്ങളും ഓർഗനൈസേഷന്റെ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ആശുപത്രികൾ, പള്ളികൾ, സ്കൂളുകൾ, ഇതെല്ലാം ഇതൊക്കെ സ്ഥാപനങ്ങളാണ്. പക്ഷെ ഇതെന്താണ്, സംഘടനകളല്ല. പക്ഷെ ഇത് ചില സംഘടനകളുടെ രീതിക്കാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ എന്താണ് ഘടനാപരമായിട്ടുള്ള കൺവെൻഷനുകൾ, മാനദണ്ഡങ്ങൾ, റോളുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഈ സ്ഥാപനങ്ങൾക്കകത്ത് കാണാനായിട്ട് കഴിയും. അത്തരത്തിൽ ഘടനാപരമായിട്ടാണ് പല സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നത്, സംഘടനാപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പൊ ഇതാണ് മെയിൻലി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷൻ തമ്മിൽ ഇങ്ങനെ സമന്വയിപ്പിച്ച് നിർത്തുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. The distinction is subtle but crucial. Many institutions take organization of form, example hospital, churches, schools. Yet some institutions are not organizational at all. Consider the English language. It is functional as a social institution with a structured convention, norms and roles. Example, speaker and a listener, but is not an organization with officers, managers or employees. Furthermore, some institutions operate in meta institutions. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ നമുക്ക് മെറ്റാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് മാനേജ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ മെറ്റാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ചില സ്ഥാപനങ്ങൾ മറ്റു ചില സ്ഥാപനങ്ങളെ എന്ത് ചെയ്യും, മാനേജ് ചെയ്യും. അതുകൊണ്ടാണ് ചില സാമൂഹിക സ്ഥാപനങ്ങളെ മെറ്റാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഗവൺമെന്റ് is a meta institutions overseeing the economy, education, law enforcement and public health through legislative and bureaucratic process. അല്ലെ? അപ്പോൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു മെറ്റാ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കാരണം ഇവിടെ എക്കോണമി, എഡ്യൂക്കേഷൻ, ലോ എൻഫോഴ്സ്മെന്റ്, ഇങ്ങനെ പബ്ലിക് ഹെൽത്ത്, ഇതുപോലെ പല മേഖല, പല സെക്ഷനിലെയും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യും. ഇപ്പൊ ഗവൺമെന്റ് ഒരു മെറ്റാ ഇൻസ്റ്റിറ്റ്യൂഷൻ. And hence, while organizations are formalized bodies, അപ്പൊ സംഘടനകൾ എന്ന് പറയുന്നത് എന്താണ്, സംഘടനയും സാമൂഹ്യ സ്ഥാപനവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മെയിൻ ഫാക്ടർ, സംഘടനകൾ എന്ന് പറയുന്ന ഫോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് മാത്രം എന്താണ്, ഇപ്പൊ നമുക്കറിയാം ലേബർ ഓർഗനൈസേഷൻ, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം ഓർഗനൈസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഫോർമലൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണ് ഓർഗനൈസേഷൻസ് അഥവാ സംഘടനകൾ എന്ന് പറയുന്നത്. അപ്പൊ മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും സംഘടനകളുടെ രീതിക്ക് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു, അതുള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ സംഘടനകളും ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു. അത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഘടനകൾ എന്ന് പറയുന്നത് ഫോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡീസ് ആണ്. അതായത് പർട്ടിക്കുലർ ഒബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഫോർമലൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഓർഗനൈസേഷൻസ് അഥവാ സംഘടനകൾ. സാമൂഹ്യ സ്ഥാപനങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ്. അപ്പോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോംസിന്റെ ടൈപ്പുകൾ എന്തൊക്കെ, അല്ലെങ്കിൽ സ്ഥാപനപരമായിട്ടുള്ള രൂപങ്ങളുടെ വിവിധ തരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പ്രധാനമായും രണ്ടെണ്ണമാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റംസ് എന്നുള്ളത് സ്ഥാപനപരമായിട്ടുള്ള സംവിധാനം. ഓക്കെ, അതായത് മെനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പറേറ്റ് വിത്ത് എ സിസ്റ്റം that are intricately interlinked. Take capitalism as an economic institution. It is a systemic network of corporation, financial organization, labor market and regulatory boards. Similarly, religion may function through an interconnected system of temples, clergy, doctrines and churches. Now,
ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോംസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം എന്നുള്ളതാണ്. അപ്പൊ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പർട്ടിക്കുലർ സിസ്റ്റംസിനുമായിട്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് അതൊരു എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെ? മുതലാളിത്തം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക സ്ഥാപനമായിട്ട് നമുക്ക് പറയാം. ഇവിടെ സിസ്റ്റം നെറ്റ്വർക്ക് ഓഫ് കോർപ്പറേഷൻ, അതായത് ഇവിടെ നമുക്ക് സഹകരണം, ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ, ലേബർ മാർക്കറ്റ്, റെഗുലേറ്ററി ബോഡീസ്, ഇതുപോലുള്ള നെറ്റ്വർക്ക് ഓഫ് കോർപ്പറേഷൻ, ഇതുപോലുള്ള കാര്യങ്ങളുടെ ഒരു സിസ്റ്റമിക് നെറ്റ്വർക്കിന്റെ ഒരു കളക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഇതുപോലെ റിലീജിയൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ നമുക്ക് ഇന്റർ കണക്ട് ചെയ്ത് നിൽക്കുന്ന പല സിസ്റ്റമിക് ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ടെമ്പിൾ, ക്ലർജി, ഡോക്ട്രിൻ ആൻഡ് റിച്വൽസ്, ഇതിന്റെ എല്ലാം ഒരു കണക്ഷൻ, ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റംസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റംസ് എന്നുള്ളത്? ഏതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ടൈപ്പായിട്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫോംസിന്റെ ഒരു ടൈപ്പായിട്ട് നമുക്ക് പറയാം. മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്തൗട്ട് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. അതായത് സംഘടനകളില്ലാത്ത സ്ഥാപനങ്ങൾ. ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങളും ഔപചാരികമായ സംഘടന ആവശ്യമില്ല. ഉദാഹരണത്തിന് വിവാഹം, അതൊരൊറ്റ സംഘടനയല്ല, മറിച്ച് ഒരു സാംസ്കാരിക സ്ഥാപനമാണ്. ഇവിടെ പങ്കിട്ട വിശ്വാസങ്ങൾ, നിയമപരമായിട്ടുള്ള ചട്ടങ്ങള്, സാമൂഹിക പ്രതീക്ഷകൾ, ആചാരങ്ങൾ എന്നിവയിലൂടെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത്. ഇവിടെ ഭാഷ, സ്വത്തവകാശം, അതുപോലെ ലിംഗപരമായിട്ടുള്ള റോളുകൾ എന്നിവ ഇതുപോലുള്ള റോളുകൾ സ്ഥാപനപരമായിട്ടുള്ള സ്വഭാവമുള്ളതാണെങ്കിൽ എന്നാൽ ഘടനയിൽ സംഘടനാപരമല്ലാത്തതുമായിട്ടുള്ള മറ്റു ഉദാഹരണങ്ങളാണ് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. ഇപ്പൊ നോട്ട് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിക്വയർ ഫോർമൽ ഓർഗനൈസേഷൻ. Marriage, for example, is not a single organization but a cultural institution. It is maintained through shared beliefs, legal status, social expectation, and rituals. Language, property right, and gender role are other examples that are institutional in nature but not organizational structure. The natural, the institutional nature ആണ്, പക്ഷെ എന്താണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉള്ളതല്ല. അപ്പോ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉള്ളതല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പൊ ഇതും എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോമിന്റെ ഒരു ടൈപ്പ് ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ എന്താണ് അത് ഒരു സ്ഥാപനപരമായിട്ടുള്ള ഒരു സംവിധാനം. സെക്കൻഡ് വൺ സംഘടനകളില്ലാത്ത സ്ഥാപനങ്ങൾ. എന്നിങ്ങനെ രണ്ട് തരത്തില് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫോംസുകളെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, രണ്ട് രീതിക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോമിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, നോൺ ഓർഗനൈസേഷണൽ ആണ് എന്നുള്ള കാര്യമൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തു പ്രധാനമായിട്ട്, അല്ലെ? അതുപോലെ തന്നെ എന്താണ് സ്ഥാപന സംവിധാനമാണ്, നോൺ ഓർഗനൈസേഷണൽ ആണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് പ്രാക്ടീസ് ആയിട്ട് നമുക്ക് പറയാം. അതായത് ഇപ്പോ എല്ലാ സ്ഥാപനങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ഥാപനങ്ങളെ വീക്ഷിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമായിട്ട് നമുക്ക് ഈ ഇന്ററാക്റ്റീവ് പ്രാക്ടീസസിനെ കൺസിഡർ ചെയ്ത് ഏജന്റ് ടു ഏജന്റ് എന്നുള്ള രീതിക്ക് ഏജന്റ് ടു ഏജന്റ് ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനെ മനസ്സിലാക്കാം. അപ്പോൾ അനദർ ലെൻസ് ത്രൂ വിച്ച് ടു വ്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏജന്റ് ടു ഏജന്റ് ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റീസ്. These are patterns of behavior between individuals that follow recognized rules, are repeated over time, and are embedded within shared understanding. So, സ്ഥാപനങ്ങളെ വീക്ഷിക്കുന്നതിനുള്ള ഒരു മറ്റൊരു മാർഗമായിട്ട് നമുക്ക് ഏജന്റ് ഏജന്റ് ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കിവിടെ അംഗീകൃത നിയമങ്ങൾ പാലിക്കുന്നതും കാലക്രമേണ ആവർത്തിക്കപ്പെടുന്നതും പങ്കിട്ട ധാരണകളിൽ ഉൾച്ചേർന്നതുമായിട്ടുള്ള വ്യക്തികൾ തമ്മിലുള്ള പെരുമാറ്റ രീതികളും ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു ഏജന്റ് ഏജന്റ് ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റി നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ പറയുന്ന എക്കണോമിക് എക്സ്ചേഞ്ച്. It involves roles such as buyers and sellers follow rules like pricing and conduct and trust and legality. അല്ലെ? ഇപ്പോ നമുക്ക് എക്കണോമിക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങുന്നയാളും വിൽക്കുന്നയാളും അവർക്ക് അവരുടേതായിട്ടുള്ള റോളുകളുണ്ട്, അല്ലെ? വാങ്ങുന്നവർക്ക് അവരുടെ റോള്, വിൽക്കുന്നവർക്ക് അവരുടെ റോള്. ഇപ്പൊ ഇവർ തമ്മിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു, ബില്ല് നിർണ്ണയിക്കുന്നു, കരാറുകളിൽ ഏർപ്പെടുന്നു തുടങ്ങിയ പർട്ടിക്കുലർ നിയമങ്ങളൊക്കെ പാലിക്കുന്നു, അല്ലെ? അങ്ങനെ വിശ്വാസത്തെയും നിയമസാധ്യതയൊക്കെ ആശ്രയിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു, എക്കണോമിക് എക്സ്ചേഞ്ച് സാധ്യമാകുന്നു. അപ്പൊ ഇവിടെ ഒരു ഏജന്റ് ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ആശയവിനിമയം, അല്ലെ? ഇൻവോൾവ് സ്പീക്കേഴ്സ് ആൻഡ് ലിസണേഴ്സ് റോൾസ്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്തുമ്പോൾ അവിടെ ഒരു സ്പീക്കർ ഉണ്ടാവും, അതുപോലെ തന്നെ അത് പറയുന്ന ആളുണ്ടാവും, അത് കേൾക്കുന്ന ആളുണ്ടാവും. അപ്പൊ ഇവർക്ക് അവരുടേതായിട്ടുള്ള റോളുകളുണ്ട്. ഭാഷാപരമായിട്ടുള്ള കൺവെൻഷനുകൾ അവിടെ ആവശ്യമാണ്. അവിടെ എന്താണ്
അവിടെ ഒരു ലിംഗ്വിസ്റ്റിക് കൺവെൻഷൻ ആവശ്യമാണ്, നോംസ് അവിടെ ഉണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ. അപ്പൊ അവിടെ നമുക്ക് എന്താണ്, ഇവിടെ ഒരു ഏജന്റ് ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട് പോലെ. അപ്പൊ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഏജന്റ് ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റീസിനെ ഫോളോ അപ്പ് ചെയ്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് എക്കണോമിക് എക്സ്ചേഞ്ച്, കമ്മ്യൂണിക്കേഷൻ ഒക്കെ പറയുന്നത്. സച്ച് പാറ്റേൺ ഫോം ദ ബേസിസ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ക്രിയേറ്റിംഗ് സ്ട്രക്ചർഡ് ഇന്ററാക്ഷൻസ് എമംഗ് മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി, ജനറേറ്റിംഗ് കളക്റ്റീവ് എക്സ്പെക്ടേഷൻ ആൻഡ് ഔട്ട്കംസ്. ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ഘടനാപരമായിട്ടുള്ള ഇടപെടലുകൾ സൃഷ്ടിച്ചുകൊണ്ട് കൂട്ടായ പ്രതീക്ഷകളും ഫലങ്ങളും സൃഷ്ടിച്ചുകൊണ്ടാണ് സ്ഥാപനങ്ങളുടെ ഒരു പാറ്റേൺ അടിസ്ഥാനപരമായിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത് എന്നത്. ഇപ്പൊ രൂപത്തിലും പ്രവർത്തനത്തിലും ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലും സാമൂഹ്യ സ്ഥാപനങ്ങൾ സാമൂഹ്യ സംഘടനയുടെ നിലനിൽക്കുന്ന തൂണുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സാമൂഹ്യ സംഘടനകള് അല്ലെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിൽ ഏകദേശം ഒരു സാമ്യമുണ്ടെങ്കിലും സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, അതൊരു പർട്ടിക്കുലറൈസ്ഡ് ആയിട്ട് വ്യക്തികളുടെ ഗുണങ്ങളൊക്കെ നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ വ്യക്തികളുടെ ബിഹേവിയറിനെയൊക്കെ നിയന്ത്രിക്കുകയും സമൂഹത്തിൽ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് നമുക്ക് പറയാം. സോ അതുകൊണ്ട് തന്നെ പരസ്പര ബന്ധിതമായിട്ടുള്ള 4 ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സാമൂഹിക സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് നമുക്ക് പറയാം. പ്രധാനമായത് സ്ട്രക്ചർ, ഫങ്ഷൻ, കൾച്ചർ ആൻഡ് സാങ്ഷൻ. ഓക്കെ, ഇപ്പൊ ഈ 4 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമൂഹിക സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങളെ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും നമുക്ക് കഴിയുന്നതാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ, സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന, സാമൂഹിക സ്ഥാപനങ്ങൾ, സോഷ്യൽ ഓർഗനൈസേഷൻ അഥവാ സാമൂഹിക സംഘടനകളിൽ നിന്ന് വ്യത്യാസപ്പെടുന്ന പ്രധാനമായി ഈ 4 പ്രോപ്പർട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സ്ട്രക്ചർ, ഫങ്ഷൻ, കൾച്ചർ, സാങ്ഷൻ. അപ്പോൾ ഘടനയുടെ അടിസ്ഥാനത്തിൽ, പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ, സാംസ്കാരിക കാരണങ്ങളാലും സാങ്ഷൻസുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക സംഘടനകളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു. ഇത് മനുഷ്യരുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു, സമൂഹത്തിന് തുടർച്ച കൊണ്ടുവരുന്നതിന് സൊസൈറ്റിയിലെ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഒരു പ്രധാനപ്പെട്ട ഗുണം, സാമൂഹ്യ സ്ഥാപനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം സ്ട്രക്ചറാണ്. അതായത് ഓരോ സ്ഥാപനത്തിന്റെയും കാതലായിട്ട് ഒരു ആന്തരിക ഘടന ഉണ്ടാകും. അപ്പോൾ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിർവചിക്കുന്ന, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിർവചിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അത് ആ വ്യക്തികൾ, ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുള്ള വ്യക്തികളുടെ റോളുകൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ ബന്ധങ്ങൾ, ഇതൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളുടെ എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിന്റെയും വ്യക്തികളുടെ റോളുകളുടെയും എല്ലാത്തിന്റെയും റെസ്പോൺസിബിലിറ്റി ഇതിന്റെ എല്ലാം ഒരു ക്രമീകരണത്തെയാണ് സ്ട്രക്ചർ അഥവാ ഘടന എന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പം the heart of every institution lays an internal structure, a configuration of roles, responsibilities and relationships that define how the institution operates. This structure is not merely a schematic plan, it is a living framework through which tasks are distributed, authority is exercised and collective goal and pursuit. അപ്പൊ ഈ ഒരു ഘടന എന്ന് പറയുന്നത് വെറും ഒരു സ്കിമാറ്റിക് ലേഔട്ട് അല്ല, ഇതൊരു ലിവിങ് ഫ്രെയിംവർക്ക് ആണ്. സോ ഈ ഒരു ഘടനയിലൂടെയാണ് വ്യക്തികൾ അവരുടെ ചുമതലകൾ എങ്ങനെ വിതരണം ചെയ്യുന്നത്, അധികാരം എങ്ങനെ പ്രയോഗിക്കുന്നത്, കൂട്ടാശയങ്ങൾ എങ്ങനെ പിന്തുടരുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വ്യക്തികൾ ഒരു സമൂഹത്തിന്റെ സാമൂഹിക സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് വീട്ടിലെ റോളുകൾ, ഉത്തരവാദിത്തങ്ങൾ, ബന്ധങ്ങൾ ഇതൊക്കെയുണ്ട്. അതായത് ഇത് സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിർവചിക്കുന്ന ഘടകങ്ങളാണ് വ്യക്തികളുടെ റോളുകൾ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ റിലേഷൻഷിപ്പ്, ഇതൊക്കെ. ഈ ഘടകങ്ങളുടെ എല്ലാം ഒരു സമന്വയമാണ് നമ്മൾ ഈ ഘടനയിലൂടെ, ഈ ഫാക്ടേഴ്സിന്റെ ഒരു സമന്വയമാണ് നമുക്ക് ഈ ഘടകങ്ങൾ അഥവാ ഒരു സ്ട്രക്ചർ ഘടനയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോ റോൾ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഘടനയുടെ ഈ ഒരു സാമൂഹിക സ്ഥാപനത്തിന്റെ ഘടനയുടെ ഒരു ഭാഗം തന്നെയാണ് ഇതിനെ നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ റോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വ്യക്തികൾക്ക് എങ്ങനെയാണ് റോളുകൾ അനുവദിച്ചു കൊടുക്കുന്നത്, ഒരു സാമൂഹ്യ സ്ഥാപനത്തിലും അവരുടെ ടാസ്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, അവരുടെ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, അവർക്ക് അതോറിറ്റി ലെവൽ അറ്റാച്ചിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഓരോ വ്യക്തികൾക്ക് ടാസ്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതെങ്ങനെ പെർഫോം ചെയ്ത് അതിനനുസരിച്ച് റോളുകൾ കൊടുക്കുന്നു, കഴിവിനനുസരിച്ച് കൊടുക്കുന്നു, അതോറിറ്റിക്ക് അനുസരിച്ച് കൊടുക്കുന്നു. ഇങ്ങനെ റോളുകൾ അവർക്ക് ഓരോ വ്യക്തികൾക്ക് അവരുടെ റോളുകൾ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് കൊടുക്കുകയും ഇവിടെ ഈ ഒരു റോളുകളെ എന്ത് ചെയ്യുന്നു, പല ശ്രേണിപരമായിട്ട് അതിനെ വർഗീകരിക്കുകയും ചെയ്യും. ആ ഒരു പാറ്റേൺ, അങ്ങനെ ശ്രേണിപരമായിട്ട് റോളുകൾ ഡിഫൈൻ ചെയ്ത് കൊടുത്ത് വർഗീകരിച്ചിരിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ആ ഒരു ക്രമീകരണത്തെയാണ് നമ്മൾ ഈ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ the structure is not a sum of interdependent parts, rather it is relationally configured. The effective performance of one role often depend on the fulfillment of others.
അപ്പോൾ റോള് അല്ലെങ്കിൽ ഒരു വ്യക്തി പെർഫോം ചെയ്യുന്ന റോളുകളൊക്കെയാണ് ഒരു റോളുകൾ, അവരുടെ റിലേഷൻഷിപ്പ്, സാമൂഹ്യ സ്ഥാപനത്തിലെ അവരുടെ റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് സാമൂഹ്യ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ എഫക്ട് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് സാമൂഹ്യ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഫങ്ഷനാണ്. ഇപ്പോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു സവിശേഷതയായിട്ട് നമുക്ക് ഫംഗ്ഷനെ കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഫേഴ്സ് ടു ദ സൊസൈറ്റൽ നീഡ് ഓഫ് ഗോൾ അഡ്രസ്സസ്. അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മുടെ എന്താണ് നമ്മളെ ആവശ്യങ്ങളെയോ ലക്ഷ്യങ്ങളെയോ ആണ് നമ്മൾ ഈ ഫംഗ്ഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഫംഗ്ഷണലിസ്റ്റ് സോഷ്യോളജിസ്റ്റ് ലൈക്ക് എം. Durkheim and Talcott Pass and emphasize that institution exist because they perform essential tasks that contribute to the stability and sustainability of the society. ഇപ്പോ ടാൽക്കോട്ട് പാസൻ, എം. Durkheim പോലുള്ള സോഷ്യോളജിസ്റ്റുകൾ, ഫംഗ്ഷണലിസ്റ്റ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത് ഏതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സൊസൈറ്റിയുടെ ഒരു സ്റ്റെബിലിറ്റി, സസ്റ്റൈനബിലിറ്റി നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ്. അതിന്റെ മെയിൻ എന്താണ് ഗോളായിട്ട്, അല്ലെങ്കിൽ ഗോളോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമായിട്ടോ ആവശ്യമായിട്ടോ കൺസിഡർ ചെയ്യാവുന്നതാണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലക്ഷ്യമോ ഗോളായിട്ടൊക്കെ കൺസിഡർ ചെയ്യാവുന്നതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഫങ്ഷണൽ ഇമ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഫങ്ഷണൽ ഇമ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഫുൾഫിൽ ബേസിക് ഹ്യൂമൻ നീഡ്സ് അതാവാം, ചിലപ്പോൾ മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ ആവാം, ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സസ് ആവാം, ചിലപ്പോൾ എഡ്യൂക്കേറ്റ് ആൻഡ് സോഷ്യലൈസ് ആവാം, പ്രൊവൈഡ് മീനിങ് ആൻഡ് മോറൽ ഓർഡർ ആവാം. ഇതുപോലെ ഒരുപാട് അതായത് ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അവൻ്റെതായിട്ടുള്ള ഗോൾസ്, നീഡ്സ് ഉണ്ട്. ഇതിനെയാണ് അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോ ഫംഗ്ഷനിസ്റ്റ് സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റെബിലിറ്റി, സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാണ്ട് ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവരുടേതായിട്ടുള്ള ചില ഗോളുകൾ, നീഡ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചിലപ്പോൾ അത് മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള നീഡ് ഫുൾഫിൽ ചെയ്യുന്നതാവാം, സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാവാം, എന്താണ് റിസോഴ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാവാം, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, ആൾക്കാരെ സോഷ്യലൈസ് ചെയ്യുന്നതും ആവാം. ഇതുപോലെ പല കാര്യങ്ങളുമാവാം. ഓക്കെ, each institutions thus operate as a functionally specialized subsystem within the larger societal framework. അപ്പോ നമുക്ക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെടുത്തി ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്ന ഗുണവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഫംഗ്ഷണൽ ഇന്റഗ്രേഷൻ നമുക്ക് കാണാൻ കഴിയും. നോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പറേറ്റ്സ് എസ് എ വാക്യൂം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ശൂന്യമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. ദ ഫംഗ്ഷൻ ഓഫ് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഓപ്പൺ ഇന്റർലിങ്ക്ഡ്. വ്യത്യസ്തമായിട്ടുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിലും ഇന്റർലിങ്ക്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ സിസ്റ്റം നോട്ട് ഓൺലി ഇമ്പാർട്ട് നോളജ് ബട്ട് ആൾസോ പ്രിപ്പയർ ഇൻഡിവിജ്വൽ ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം. അല്ലെ, ഇപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂൾ എന്ന് പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അവിടെ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല അവിടുത്തെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻ. മറിച്ച് എന്താണ്, ഒരു രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായിട്ടും ഒക്കെ എങ്ങനെ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന്, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വ്യക്തികളെ അല്ലെങ്കിൽ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. അല്ലെ, അപ്പൊ അവിടെ എന്താണ്, അവിടെ ഒരു ഇന്റർലിങ്ക്, അവിടെ ഫംഗ്ഷൻ ഒക്കെ ഇന്റർലിങ്ക്ഡ് ആണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്ത് നിൽക്കുന്നു നമുക്ക് പറയാം. ദിസ് ഇന്റഗ്രേഷൻ ഓഫ് ഫംഗ്ഷൻ ഈസ് എ ഹാൾമാർക്ക് ഓഫ് കോംപ്ലക്സ് സൊസൈറ്റി. അപ്പൊ ഈ ഒരു ഇന്റഗ്രേഷൻ ആണ്, ഈ ഒരു പ്രവർത്തനത്തിന്റെ ഈ ഒരു ഇന്റഗ്രേഷൻ ആണ് ഇത്ര സങ്കീർണമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതൊരു സാമൂഹ്യ സ്ഥാപനത്തിന്റെയും ഒരു ഗുണം തന്നെയാണ്. അപ്പൊ മറ്റൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു സവിശേഷത അല്ലെങ്കിൽ ഗുണമായിട്ട് നമുക്ക് കൾച്ചറിനെ പറയാം. അപ്പൊ നമുക്ക് ഘടകങ്ങളും ധർമ്മങ്ങളും പലപ്പോഴും ഔപചാരികമാക്കപ്പെടുമ്പോൾ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് ഒരു സാംസ്കാരിക മാനം കൈവരുന്നു എന്നുള്ളത്. ഇപ്പോ ഒരു സ്ഥാപനത്തിനുള്ളിൽ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങള്, അവിടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങള്, റോളുകൾ, അത് മാത്രമല്ല അവർ എങ്ങനെ ചെയ്യുന്നു, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് ആൾക്കാർ അത് എങ്ങനെ ചെയ്യുന്നു എന്നതിനെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അവരത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അവരുടെ സാംസ്കാരികപരമായിട്ടുള്ള അല്ലെങ്കിൽ സംസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അത് അവരുടെ സംസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആളുകൾ പല കാര്യങ്ങളും അവരുടെ റോളുകൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നത് നിശ്ചയിക്കപ്പെടുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ 2 സ്കൂളുകളിൽ അവിടെ സമാനമായിട്ടുള്ള പാഠ്യപദ്ധതികളും ഫ്രെയിംവർക്കുകളാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. പക്ഷെ അവിടെ സംസ്കാരത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഒന്ന് സർഗാത്മകതയും സംഭാഷണവും വളർത്തുമ്പോൾ മറ്റൊരിടത്ത് അച്ചടക്കത്തിനും അനുരൂപതയ്ക്കും അല്ലെങ്കിൽ അനുരൂപതയ്ക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാകും. അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ, അതായത് ഇപ്പൊ ചില സ്കൂളുകളിൽ ഇപ്പൊ സെയിം പാഠ്യപദ്ധതികളൊക്കെയാണ്, പക്ഷെ അവിടെ ചില
എഴുതപ്പെടാത്ത അല്ലെങ്കിൽ ചില കരിക്കുലം ബേസ്ഡ് അല്ലാത്ത ചില കാര്യങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം നമ്മുടെ സംസ്കാരത്തെ ബേസ് ചെയ്തുകൊണ്ട്. ചില സ്കൂളുകളിൽ ആൺകുട്ടികളെ തൂക്കാൻ പാടില്ല, അല്ലെങ്കിൽ ക്ലാസ് റൂം വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അവരവരുടെ ക്ലാസ് റൂം വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അവരവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ആൺകുട്ടികൾ അത് ചെയ്യാൻ പാടില്ല, പെൺകുട്ടികൾ മാത്രമേ ചെയ്യാവൂ എന്ന് ചില സ്കൂളുകളിൽ പറയും. ചില സ്കൂളുകളിൽ ആൺകുട്ടികളെ പെൺകുട്ടികൾക്ക് ഈക്വൽ ആയിട്ട് ആ ഒരു ജോബ് അസൈൻ ചെയ്ത് കൊടുക്കാം ക്ലാസ് റൂമിൽ, അല്ലെ? അപ്പൊ അതെന്താണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നത് സെയിം കരിക്കുലമാണ്, രണ്ട് സ്കൂളിലും സെയിം കരിക്കുലം ഫോളോ അപ്പ് ചെയ്യുന്നു. പക്ഷെ അവിടെ നോക്കൂ, അവിടെ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു ആ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അവരത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അത് അവരുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ സംസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അത്തരം ഒരു വ്യത്യാസം വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്ഥാപനത്തിലെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, അവരത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അവരുടെ സംസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇരിക്കുന്നത്. ആ സംസ്കാരത്തിനും സാമൂഹിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ സംസ്കാരത്തിനും അവിടെ എന്താണ് ഒരു പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾച്ചർ ആൻഡ് ബിഹേവിയർ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ഏതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്തും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ കോമ്പറ്റിംഗ് സബ് കൾച്ചേഴ്സ് അത് നമുക്ക് കാണാനായിട്ട് കഴിയും. വിത്തിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദെയർ മേ ബി മൾട്ടിപ്പിൾ കൾച്ചേഴ്സ്. നമുക്ക് ഒരേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരുപാട് സംസ്കാരങ്ങൾ കാണാൻ കഴിയും. അപ്പൊ അവിടെ എന്ത് പറ്റും? സംടൈംസ് ഇൻ ടെൻഷൻ വിത്ത് ഓൺ അനദർ. കാരണം ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരമായിട്ട് ചിലപ്പോൾ മൾട്ടിപ്പിൾ കൾച്ചേഴ്സ് നമുക്ക് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ കാണാൻ കഴിയും. അപ്പൊ അവിടെ എന്ത് പറ്റും? അവിടെ ഒരു ടെൻഷൻ ഉണ്ടാകാം, അല്ലെ? സംടൈംസ് ഒന്നും മറ്റൊന്നും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകാം. ഫോർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, ഒരു കോപ്പറേറ്റീവ് organization may promote innovation officially yet harbor a risk adverse subculture among middle management. These competing culture layers can affect institutional efficiency and moral. അതായത് ഇപ്പൊ ഒരു ഓർഗനൈസേഷന്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മൾട്ടിപ്പിൾ കൾച്ചറുകൾ, വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾ കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇത് ആ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യും? അത് അഫക്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ട്രാൻസ്മിഷൻ ആൻഡ് എവല്യൂഷൻ ഓഫ് കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ കൾച്ചർ ഇസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഇൻഫോർമൽ മെന്റർഷിപ്പ്. നമുക്ക് ഇൻഫോർമൽ മെന്റർഷിപ്പിലൂടെയും ഓർഗനൈസേഷണൽ റിച്വൽസിലൂടെയും ഷെയർഡ് സ്റ്റോറീസ് ആൻഡ് നറേറ്റീവ്സിലൂടെയും എവിടെ ഇന്ററാക്ഷൻസിലൂടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യപ്പെടും? സംസ്കാരം എന്ന് പറയുന്നത് ആ ഒരു സാമൂഹ്യ സ്ഥാപനങ്ങൾക്കിടയിൽ തന്നെ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ റിലീജിയൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ നമ്മുടെ സംസ്കാരത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത്. ഇതെങ്ങനെയാണ് വരും തലമുറകളിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്? സ്റ്റോറീസിലൂടെയും നറേറ്റീവ്സിലൂടെയും എവിടെ ഇന്ററാക്ഷൻസിലൂടെയും ഓർഗനൈസേഷണൽ റിച്വൽസിലൂടെയും ഇൻഫോർമൽ മെന്റർഷിപ്പിലൂടെയും ഈ സംസ്കാരം ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ എന്ത് ചെയ്യപ്പെടും? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കൾച്ചർ എന്ന് പറയുന്നത് സാമൂഹ്യ സ്ഥാപനങ്ങളുടെ ഒരു സവിശേഷതയാണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ സാമൂഹ്യ സ്ഥാപനങ്ങള് അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥാപനങ്ങളുടെ മറ്റൊരു ഗുണമായിട്ട് നമുക്ക് സാങ്ഷൻസ്, ഗുണം അല്ലെങ്കിൽ സവിശേഷതയായിട്ട് സാങ്ഷൻസിനെയും കൺസിഡർ ചെയ്യുക. ഇപ്പൊ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് മെയിൻലി പ്രോത്സാഹനത്തിലൂടെയും അല്ലെങ്കിൽ സഹകരണത്തിലൂടെയും മാത്രമല്ല, ചില ഉപരോധ സംവിധാനങ്ങളിലൂടെയും സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ എന്ത് ചെയ്യുന്നു? എക്സിസ്റ്റഡ് ആവുന്നു, അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. ഇപ്പൊ സ്ഥാപന മാനദണ്ഡങ്ങൾ പാലിക്കുന്നതോ ലംഘിക്കുന്നതോ ആയ പെരുമാറ്റത്തോടുള്ള പ്രതികരണങ്ങൾ, ഉപരോധങ്ങൾ, അനുസരണം, യോജിപ്പ്, ഉത്തരവാദിത്വം എന്നിവയിലൂടെയും സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? എന്നിവയും സാമൂഹ്യ സ്ഥാപനങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ചില ഇൻഫോർമൽ സാങ്ഷൻസ്, ചില ഫോർമൽ സാങ്ഷൻസുകളൊക്കെ സാമൂഹ്യ സ്ഥാപനങ്ങൾക്കിടയിൽ കാണാനായിട്ട് കഴിയും. ഇതിനെ ഉപരോധിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഇതുമായിട്ട് ചേർന്നുകൊണ്ടും ഒക്കെയാണ് സാമൂഹ്യ സ്ഥാപനങ്ങൾക്കകത്ത് വ്യക്തികൾ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഇൻഫോർമൽ സാങ്ഷൻസ് എന്ന് പറയുമ്പോൾ ദിസ് ഇൻക്ലൂഡ് നോൺ വെർബൽ ക്യൂസ്, അതായത് ഡിസപ്രൂവൽ, സോഷ്യൽ ക്രിറ്റിസിസം ഓർ അബ്സ്ട്രാക്റ്റിസം. They are especially prevalent in institutions where formal authority is limited or diffuse, such as families or religious congregations. ഈ ഇൻഫോർമൽ സാങ്ഷൻ എന്ന് പറയുമ്പോൾ അനൗപചാരികമായിട്ടുള്ള ഉപരോധങ്ങൾ, ഇതിനെ നമുക്ക് ഇങ്ങനെ നോൺ വെർബൽ ആയിട്ടുള്ള ക്യൂസുകളാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അതായത് സാമൂഹിക വിമർശനം അല്ലെങ്കിൽ ബഹിഷ്കരണം, ഇതുപോലുള്ള കാര്യങ്ങൾ. കുടുംബങ്ങൾ അല്ലെങ്കിൽ മതസഭകൾ പോലുള്ള ഔപചാരിക അധികാര പരിമിതമോ വ്യാപകമോ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻഫോർമൽ സാങ്ഷൻസുകൾ കാണാനായിട്ട് കഴിയുന്നത്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ശരിയായിട്ടുള്ള കാര്യമായിട്ട് നമ്മുടെ സൊസൈറ്റി അംഗീകരിക്കുന്നതല്ല, നമ്മൾ അതിനെ എതിർക്കുകയൊക്കെ ചെയ്യുന്നു, അതിനെ ഡിസപ്രൂവ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ
ഇൻഫോർമൽ സാങ്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർമൽ സാങ്ഷൻ എന്ന് പറയുമ്പോൾ ദേ ആർ കോഡിഫൈഡ് മെക്കാനിസം ഓഫ് പണിഷ്മെന്റ് ഓർ റിവാർഡ്. അതായത് ടിപ്പിക്കലി ഫൗണ്ട് ഇൻ ബ്യൂറോക്രാറ്റിക് ആൻഡ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നിയമപരമായിട്ട് ബ്യൂറോക്രാറ്റിക് ആൻഡ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നൽകുന്ന സാങ്ഷൻസുകളാണ് ഫോർമൽ സാങ്ഷൻസ്. ഇവിടെ ഡിസിപ്ലിനറി ആക്ഷൻസ് ഇൻ വർക്ക് പ്ലേസ്, അതായത് തൊഴിൽ സ്ഥലത്ത് ജോലി സ്ഥലത്തുള്ള അച്ചടക്ക നടപടികൾ, ഇംപ്രിസൺമെന്റ് ഫോർ ലീഗൽ വയലേഷൻ, നിയമങ്ങളെ ലംഘിച്ചു കഴിഞ്ഞാലുള്ള തടവ്, അതുപോലെ എക്സ്പൾഷൻ ഫ്രം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്താക്കുന്നത്, ഇതൊക്കെ ഫോർമലായി ചെയ്യുന്ന കാര്യങ്ങളാണ്, ഔപചാരികമായിട്ട് ചെയ്യുന്ന സാങ്ഷൻസുകളാണ്. അത്തരത്തില് ഇൻഫോർമലും അതുപോലെ തന്നെ ഫോർമൽ ആയിട്ടുള്ള സാങ്ഷൻസുകൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങളാണ്. അപ്പൊ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മെയിൻലി ഒരു എൻകറേജ്മെന്റെയോ അല്ലെങ്കിൽ കോർപ്പറേഷനിലൂടെ മാത്രം നിലനിൽക്കുന്നതൊന്നുമല്ല, സാങ്ഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും നിലനിൽക്കുന്നു എന്നുള്ളത്. എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെഫിനിഷൻ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സവിശേഷതകളായിട്ടുള്ള കൾച്ചർ, സാങ്ഷൻ, ഫങ്ഷൻ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ, അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഈ സവിശേഷതകൾ, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള തിയററ്റിക്കൽ ഫ്രെയിംവർക്കുകളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും നന്നായിട്ട് പഠിക്കാം. മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ആൾ.